ജ്യോതിശാസ്ത്രം 6 വേദാംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ജ്യോതിശാസ്ത്രം. വേദമെന്ന ശരീരത്തിൻ്റെ ഒരു കണ്ണായിട്ട് വേണം നമുക്ക് ജ്യോതിശാസ്ത്രത്തിനെ സങ്കല്പിക്കാൻ. ജ്യോതിശാസ്ത്രത്തിന് പ്രധാനമായിട്ട് 3 ഗ്രന്ഥങ്ങളുണ്ട്. ആർഷജ്യോതിഷം, യജുജ്യോതിഷം, അഥർവ ജ്യോതിഷം. ഇതിൽ ആദ്യത്തെ 2 ഗ്രന്ഥങ്ങൾ എഴുതിയത് ലഗധ മുനിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ 3ാമത്തെ ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജ്യോതിഷത്തിന് പ്രമാണഭാഗമെന്നും ഫലഭാഗമെന്നും എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ സൂര്യചന്ദ്രഗ്രഹണം, ഗ്രഹങ്ങളുടെ ഗതിവേഗം എന്നിവയൊക്കെ പ്രമാണ വിഭാഗത്തിൽ പെടുന്നു. പ്രശ്നം, ജാതക, മുഹൂർത്തം എന്നിവയൊക്കെ ഫലവിഭാഗത്തിലും പെടുന്നു. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുടെ സ്ഥാനവുമൊക്കെ മനുഷ്യരുടെ സ്വഭാവത്തെയും ജീവിതാനുഭവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ സ്വാധീനിക്കുന്നതായിട്ട് പണ്ടുകാലം തൊട്ടേ മനുഷ്യരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് അവയുടെ സ്ഥാനങ്ങൾ കണക്കാക്കിയിട്ട് മനുഷ്യരുടെ ജീവിതാനുഭവത്തെയും ആ ഒരു സ്വഭാവത്തെയും ഒക്കെ പറയാനാകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന് ഗ്രീക്ക്, ബാബിലോണിയ എന്നിങ്ങനെയുള്ള പുരാതന നാഗരികതകളോടുള്ളൊരു കടപ്പാട് ഇന്നും ഒരു വിവാദ വിഷയമാണ്. എന്നാൽ ഇത്തരം കടപ്പാട് സിദ്ധാന്ത ജ്യോതിഷത്തിൽ മാത്രമേ ഉള്ളൂ. ഈ സിദ്ധാന്ത ജ്യോതിഷം ആരംഭിച്ചത് 5ാം നൂറ്റാണ്ടിൽ മാത്രമാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനേക്കും എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിൻ്റെ വളർച്ച ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്.